നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഏകാദശി ആശംസകൾ. കഴിഞ്ഞ ദിവസം തൃപ്രയാർ ഏകാദശി ആയിരുന്നല്ലോ. അപ്പോൾ തൃപ്രയാർ ക്ഷേത്രത്തിൽ പോകണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പോകാൻ പറ്റിയില്ല. എങ്കിലും നമുക്ക് തൃപ്രയാർ ക്ഷേത്രത്തിലെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഭഗവാനെ തൊഴുത് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാട്ടോ. അപ്പം നമ്മളിപ്പോൾ പടിഞ്ഞാറ് നടക്കാണ് നിൽക്കുന്നത്. മനോഹരമായി അലങ്കരിച്ചിട്ടുണ്ട്. ഇനി ഇവിടുന്ന് വലം വെച്ച് തുടങ്ങാം. ഗോശാല കൃഷ്ണയും കണ്ട് നമ്മൾ പള്ളിയോടം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെത്തി. ഒരു വലിയ മുറിയിൽ പള്ളിയോടം, ഓടം എന്ന് വെച്ചാൽ വഞ്ചിയാണ്. ഭഗവാൻ വഞ്ചിയിൽ അക്കരയ്ക്ക് പോകാനുള്ള അമ്പലത്തിൻ്റെ മുന്നിലൊരു പുഴയാണല്ലോ തൃപ്രയാർ. അക്കരയ്ക്ക് പോവാ. കണ്ടോ സുന്ദരി നോക്കിയിരിക്കണേ, ഹനുമാൻ ഇരിക്കണണ്ടാ. എവിടെ ഹനുമാൻ? അപ്പം എന്തിനാ അക്കരയ്ക്ക് പോകണമെന്ന് വെച്ചാലേ ഇത് പുഴയാണല്ലോ. ഈ പുഴയുടെ അക്കരയ്ക്ക് പോയിട്ട് പണ്ട് കാലത്ത് പാലുണ്ടായിരുന്നില്ല, അവിടെ പാലുണ്ടായിരുന്നില്ല. ഈ പുഴ കടന്ന് വേണം പോകണമെങ്കിൽ വഞ്ചി. ഭഗവാന്റെ തിടമ്പ് ഈ പള്ളിയോടത്തിൽ വെച്ചിട്ട് ഈ പുഴ കടന്നിട്ടാണ് അക്കരയ്ക്ക് കടന്ന് ആറാട്ടുപുഴയ്ക്ക് പോവുക. ആറാട്ടുപുഴ ശാസ്താവിൻ്റെ അമ്പലത്തിലെ പൂരത്തിന് നെടുനായകത്വം വഹിക്കുന്നത് ശ്രീരാമചന്ദ്രനാണത്രേ. മുത്തച്ചവിടെ ആറാട്ടുപുഴ അമ്പലത്തിലെത്തിയിട്ടേ അവിടുത്തെ ആറാട്ടുപുഴ അമ്പലത്തിൻ്റെ ഏറ്റവും വലിയ ആളാണ്. ആറാട്ടുപുഴ അമ്പലത്തിൽ ശാസ്താവ് ഉണ്ടല്ലോ, ആ ശാസ്താവ് എന്ന് വെച്ചാൽ അവിടെ വസിഷ്ഠനാണത്രേ. വസിഷ്ഠ മഹർഷിയാണ് ശ്രീരാമൻ്റെ ഗുരുവാണ്. അപ്പോൾ ഇവിടുന്ന് ശ്രീരാമൻ്റെ ഗുരുവിനെ കാണാൻ പോകണ്ട. ശ്രീരാമൻ അവിടേക്ക് ഇത്ര ഒരു മീനൂട്ട് കഴിക്കാം നമുക്ക് കേട്ടോ. മീനൂട്ട് കഴിക്കുന്നത് ഇവിടുത്തെ പ്രധാന വഴിപാടാണ് കേട്ടോ. ഒരു മീനൂട്ട് കഴിക്കാം. എടുത്തോ എടുത്തൂലോ. യെസ് കം. മീനൂട്ട്, അമ്പും വില്ലും, കളഭം, അതുപോലെ വെടി വഴിപാട് ഒക്കെ ഇവിടെ വളരെ പ്രധാന. ആവൽ നിവേദ്യം ഒക്കെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഇവിടെ മീനൂട്ട് കഴിക്കാൻ എല്ലാവരും ചെയ്യും. 20 രൂപ കൊടുത്താൽ നമുക്ക് അരി കിട്ടും. അരി ഇവിടെ വച്ചിട്ടുണ്ട് പാത്രത്തിൽ. അത് കൊണ്ടുവന്ന് മീനുകൾക്ക് കൊടുക്കുകയാണ്. പറയും ഇങ്ങനെ ഇത് എന്താ വെച്ചാൽ പിതൃക്കൾക്ക് തർപ്പണം ചെയ്യുന്നതിന് തുല്യമാണ് മീനൂട്ട് ചെയ്യണതെന്ന് പറയും. അതുപോലെ തന്നെ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണല്ലോ മീനായിട്ട്. അപ്പോൾ ഭഗവാന് കൊടുക്കുന്ന ഒരു ഭക്ഷണമായിട്ട് നമുക്കങ്ങനെ കണക്കാക്കാം. ഇവിടെ വാ, തുലാഭാരത്തിൻ്റെ കേട്ടോ. ഇവിടെയാണ് കേട്ടോ മീനൂട്ടിൻ്റെ. ഇതെന്ന് പറഞ്ഞെടുത്തോളോ. അതെന്തിനാ പിടിക്കണേ? ആറ്റത്തൊക്കെ മീനുണ്ട്, അപ്പുറത്തൊക്കെ ഉണ്ട്. എന്താ ഈ മീൻ ആരാന്നറിയോ? മഹാവിഷ്ണു പണ്ട് മീനായിട്ട് അവതരിച്ചിട്ടില്ലേ? മഹാവിഷ്ണുവിന് കൊടുക്കുന്നത് തന്നെയാണിത് മീനായിട്ട്. വലിയ മീനായില്ലേ ഇവരൊക്കെ. അങ്ങോട്ട് അപ്പുറത്തൊക്കെ ഉണ്ട്. നമുക്ക് അതിൻ്റെ അപ്പുറത്ത് പണ്ട് ആൾക്കാർ ഇവിടെ കുളിക്കാറുണ്ടേ. അങ്ങോട്ട് നോക്കി അറ്റത്തേക്ക്, അവിടേക്കാണ് വഞ്ചി പോവുക. കണ്ട അവിടെ മറ്റേ ഇപ്പോൾ ആൾക്കാർക്ക് കയറാനുള്ള ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ അമ്മയെ തല്ലുകൂടി മേടിക്കണവര്. ദൈവമേ, തിരുവഞ്ഞ മീനാണേ. അപ്പോൾ നമ്മൾ വരുമ്പോൾ കുഞ്ഞായിരുന്നു അല്ലേ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ? ഇവരൊക്കെ ഇവർ വലുതായി. എന്ത് രസമല്ലേ കാണാനായിട്ട്. വാലൊക്കെ ഇട്ടിട്ട് പോവാ. കേറിക്കോ.
രാമ 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 ശ്രീരാമ രാമ 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 ശ്രീരാമ രാമ. ഞങ്ങൾ ക്ഷേത്രത്തിനുള്ളിൽ പോയി ഭഗവാനെ തൊഴുതു, ഉപദേവന്മാരെയും തൊഴുതു, വഴിപാടൊക്കെ കഴിച്ചു പുറത്തേക്ക് വന്നു. അത് വീഡിയോ പിടിക്കാൻ പറ്റില്ലല്ലോ. ഇനി നമുക്ക് വീണ്ടും പ്രദക്ഷിണം പൂർത്തിയാക്കാം. അങ്ങനെ ഈ പുഴയൊക്കെ കണ്ട് നമ്മളിങ്ങനെ വരികയാണ്. ഇവിടെ വെടി വഴിപാടിൻ്റെ സ്ഥലമാണ് കേട്ടോ. വെടി വഴിപാട് എല്ലാ കൗണ്ടറിലും വെടി വഴിപാട് റെസിപ്റ്റുകൾ ഇവിടെ. നമ്മളും വെടി വഴിപാടിന് ചീട്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതവിടെ കൊടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് പൊട്ടിക്കുന്ന ശബ്ദം നിങ്ങൾ കേട്ടില്ലേ? ഇതും ഇപ്പോൾ അവർ പോയി പൊട്ടിക്കും അവിടെ. തെക്ക് വശത്ത് ശാസ്താവിൻ്റെ അമ്പലമാണ്. നമ്മളിവിടെ ഇവിടെ ശാസ്താവാണ്. ശാസ്താവിന് പ്രധാനപ്പെട്ട വഴിപാട് നീരാജനം, എള്ളുതിരി കത്തിക്കൽ തുടങ്ങിയവയാണ്. പിന്നെ പുഷ്പാഞ്ജലി തുടങ്ങിയിട്ടുള്ള വഴിപാടുകളാണ്. ഞങ്ങളും എള്ളുതിരി വാങ്ങിച്ച് കത്തിച്ചു അവിടുന്ന്. ശാസ്താവിനെയും തൊഴുത് വഴിപാടൊക്കെ ചെയ്ത് നന്നായി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് കടന്നു കേട്ടോ. പുറത്ത് കടന്നപ്പോൾ കണ്ടോ, റോഡ് തൊട്ട് ഇവിടെ വരെ അലങ്കരിച്ചിട്ടുണ്ട്. തൊട്ടടുത്തുള്ള അംബിഷൻസ് ഹോട്ടലിൽ കയറി ഭക്ഷണവും കഴിച്ചു. ഭഗവാനെ തൊഴുതില്ലേ തൃപ്രയാറപ്പനെ. ഇഷ്ടമായോ വീഡിയോ? ലൈക്ക് ചെയ്യൂ.